ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ നാളത്തെ അതായത് നെക്സ്റ്റ് വീക്ക് പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് ദീപ്തിയും വരുണും കൂടുതൽ അടുത്തിരിക്കുകയാണ്. അവരിപ്പോൾ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന അവിടെ വെച്ച് വരുൺ പ്രണയം വീണ്ടും പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ദീപ്തിയും വരുണും ഇങ്ങനെ എടുക്കുന്നത് വേദയെ ആദ്യം ഭയപ്പെടുത്തിയെങ്കിലും പിന്നീട് വേദ ചിന്ത മാറുന്നുണ്ട്. അത്ര ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് ചെല്ലുകയാണ്. ദീപ്തിയോട് ശ്രീജയും വിശ്വവും സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. എന്നാൽ അവരോടൊക്കെ ദീപ്തി പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീടാണ് വേദ വാസവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ വരുണിന്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ വരുൺ അങ്ങോട്ട് വരികയാണ്. വരുൺ വരുമ്പോൾ തന്നെ അമ്മ കാര്യങ്ങളെല്ലാം വേദയുടെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്കും, ഈ കുട്ടി പറഞ്ഞത് ശരിയാണോ? ഇവളുടെ അനുജത്തിയുമായിട്ട് നീ പ്രണയത്തിലാണോ? എന്തിനാ അവളെ ചതിക്കാനാണോ എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വരുൺ ഒന്നും നിഷേധിക്കുന്നില്ല. പ്രണയത്തിലാണെന്ന് പറയുമ്പോഴേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് അടിയിട്ടുക. എന്നാ പിന്നീട് വരുൺ വേദ പ്രതീക്ഷ പോലൊരു കഥയല്ല പറഞ്ഞത്. ആ കഥയെല്ലാം കേട്ട് വേദ ഞെട്ടുന്നുണ്ട്. പ്രണയത്തിലായത് തന്റെ കുറ്റബോധം എല്ലാം വേദയുടെ മുന്നിലും അമ്മയുടെ മുന്നിലും വരുൺ തുറന്നടിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മ വരുണിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ വരുൺ ആളാകെ മാറി എന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവാട്ടോ. വേദയുടെ മുഖത്തും ആ ഒരു മാറ്റവും കാണുന്നുണ്ട്. പിന്നീട് വരുണിന്റെ വീട്ടിൽ ചെന്ന സംഭവങ്ങളെല്ലാം രാത്രി വേദ വിക്രമിനോട് പറയണേ. ഇത് കേൾക്കുന്ന വിക്രം ചിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തന്റെ അനുജത്തിയുടെ പ്രശ്നം കമ്പാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ ആണ്. തന്റെ ഉപദേശം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം അർത്ഥവത്തായിരുന്ന ഒരു തോന്നല്, അതുണ്ടാക്കുന്ന ഒരു മാനസിക സംതൃപ്തി. വേദയ്ക്ക് ചില കാര്യങ്ങളൊക്കെ വിക്രം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവിടെ ദീപ്തി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രീകാന്തും പത്മവും അടുത്തുണ്ട്. കല്യാണത്തെക്കുറിച്ച് തന്നെ ആയിരിക്കാം ശ്രീകാന്ത് സംസാരിക്കുന്നത്. എന്നാൽ ദീപ്തി നന്നായിട്ട് റിയാക്ട് ചെയ്യും. നന്നായി തർക്കുത്തരം പറയുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരാണ്. അടിക്കാനായി കൈയൊങ്ങുമ്പോൾ ദീപ്തി വിരൽ ചൂണ്ടാണ്. ഇത് കാണുന്ന പത്മ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചില ഭാഗങ്ങളും അവിടെ കാണാം. പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും കൂടെ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. അന്ന് വിക്രമിനെ കൊണ്ട് ചെയ്യിച്ചതിന് വേദ ഇപ്പോ ഇങ്ങനെ ഒറ്റയടി പ്രദക്ഷിണം വെക്കുകയാണ്. വിക്രം കൂടെ നടക്കുന്നുണ്ട്. പ്രാർത്ഥനയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ വിക്രം പറയും, ചില പ്രാർത്ഥനകൾ അങ്ങനെയാണ് വേദ, മനുഷ്യന്റെ ഉള്ളിലുള്ള നിലവിളിയാ അവരുടെ യഥാർത്ഥ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് തൊഴുതിറങ്ങിക്കഴിഞ്ഞ വിക്രം ഒരു കടയിൽ കയറി വേദയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണേ. അങ്ങനെ വേദ പറയും, അന്ന് ആദ്യമായി വിക്രം എനിക്കൊരു പുടവ എടുത്തു തന്നു. അത് കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വേദയെ കടയ്ക്കകത്ത് കൊണ്ടുപോകാതെയാണ് വിക്രം അത് വാങ്ങിച്ചു കൊടുത്തത്. മനസ്സിലെ പ്രണയം അവര് പറയാതെ പറയായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇവരിങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടിയെ കാണുന്നുണ്ട്. ആ കുട്ടിയും സൗമ്യാട്ടോ. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ കാത്തിരിക്കാം. ഇത്രയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്